ഹലോ, ഏവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചാപ്റ്റർ 3 ആണ് പഠിക്കേണ്ടത്, ട്രിഗണോമെട്രി ഫങ്ഷൻസ്. അതിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സാണ്. അതിലാദ്യം പഠിക്കുന്നത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആംഗിൾസ്. എന്താണ് പോസിറ്റീവ് ആംഗിൾ, എന്താണ് നെഗറ്റീവ് ആംഗിൾ? അപ്പോൾ ഇത് പഠിക്കണമെങ്കിൽ ആദ്യം നമ്മൾ രണ്ട് ഡയറക്ഷൻ പഠിക്കണം, ആംഗിൾ മെഷർ ചെയ്യുന്നത്. ഒന്നാമത്തെ ക്ലോക്ക് വൈസ് ഡയറക്ഷനും രണ്ടാമത്തെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കും, ക്ലോക്കിൻ്റെ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ, ക്ലോക്കിൻ്റെ സൂചി ഓടുന്ന ഡയറക്ഷൻ. ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഡയറക്ഷൻ. ഈ രണ്ട് ഡയറക്ഷൻ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇപ്പോൾ പോസിറ്റീവ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മെഷർ ചെയ്യുന്ന ആംഗിളാണ് പോസിറ്റീവ് ആംഗിൾ. ഇപ്പോൾ എക്സാമ്പിൾ നോക്കിക്കോ. അതായത് ഇപ്പോൾ ഈ ഒരു ആംഗിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ ഇനിഷ്യൽ സൈഡ് എന്നാണ് പറയുന്നത്, ഇല്ലേ, ഈ റേ. ഇത് ടെർമിനൽ സൈഡ്. ഇപ്പോൾ ഇനിഷ്യലിൽ നിന്ന് ടെർമിനൽ സൈഡിലോട്ട് ഇവിടെ ആംഗിൾ മെഷർ ചെയ്യുന്നത്, ഇവിടെ ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട്. അത് ആൻറ്റി ക്ലോക്ക് വൈസിലാണ്, ക്ലോക്കിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റാണ്. അതുകൊണ്ടാണ് അവിടെ പോസിറ്റീവ് 30 ഡിഗ്രി എന്ന് കിട്ടിയത്. അപ്പോൾ 30 ഡിഗ്രി ആണെങ്കിൽ അവിടെ പോസിറ്റീവ് ആയിരിക്കും. ഇനി നമ്മൾ ഡയറക്ഷൻ തിരിച്ചാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ ഇത് ഇനിഷ്യൽ, ഇത് ടെർമിനൽ. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലോക്കിൻ്റെ ഡയറക്ഷനിലാണ് ആംഗിൾ മെഷർ ചെയ്യുന്നത്, ഈ ആരോ മാർക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മെഷർ ചെയ്യുമ്പോൾ 30ക്ക് പകരം അവിടെ എഴുതേണ്ട -30 ഡിഗ്രി. അപ്പോൾ ഇങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഒരു ക്ലോക്ക് വൈസ് ഒരു ആംഗിൾ എടുത്താൽ അതിനെന്തായിരിക്കും, അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ആംഗിൾ ഉണ്ടായിരിക്കും, ഒരു കോംപ്ലിമെൻ്ററി ആംഗിളും കൂടെ ഉണ്ടായിരിക്കും. അത് നമുക്ക് ടോട്ടൽ 360 ആണ് ആംഗിൾ. 360 മൈനസ് ചെയ്യുമ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്ററി, അതിൻ്റെ ഇവിടുത്തെ ആംഗിളും കൂടെ കിട്ടും. കോമൺ ആംഗിൾസ് കുറച്ച് എക്സാമ്പിൾസ് ആണ്. 360 ഡിഗ്രി നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? 360 ഡിഗ്രി മെഷർ ചെയ്യുന്നത്, ഇവിടെ നിന്ന് റേ സ്റ്റാർട്ട് ചെയ്ത് ആൻറ്റി ക്ലോക്ക് വൈസിൽ കറങ്ങി തിരിച്ച് അവിടെ തന്നെ എത്തും. അപ്പോൾ രണ്ട് റേയും സെയിം ആവും, ഇനിഷ്യൽ സൈഡും ടെർമിനൽ സൈഡും സെയിം ആവും. അപ്പോഴാണ് 360 ഡിഗ്രി. അതായത് 1 റൊട്ടേഷനാണ് 360 ഡിഗ്രി എന്ന് പറയുന്നത്. കറങ്ങി വരുന്ന ഡയറക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് സർക്കിളിൻ്റെ ആംഗിൾ എന്നൊക്കെ പറയാൻ നമുക്ക് 360 ആണെന്ന് പറയാം. 180 ഡിഗ്രി ആണെങ്കിൽ ഹാഫ് മൂവ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്ന് കറങ്ങി ഇവിടെ എത്തും 180 ഡിഗ്രി. 90 ഡിഗ്രി നമുക്കറിയാം, പോസിറ്റീവ് ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ. 270 ഡിഗ്രി ആണെങ്കിൽ കറങ്ങി തിരിച്ചിവിടെ എത്തും. -90 ഡിഗ്രി ആണെങ്കിൽ താഴോട്ടുള്ള മൂവ്മെൻ്റ് ആണ്, താഴോട്ടായിരിക്കും, പിന്നെ ക്ലോക്ക് വൈസിലായിരിക്കും മൂവ്മെൻറ്റ്. ആരോ മാർക്ക് ശ്രദ്ധിക്കണം. അതുപോലെ 570 ഡിഗ്രി ആണെങ്കിലോ, നമ്മൾ 360 ഡിഗ്രി വരെ പഠിച്ചിട്ടുള്ളൂ. 570 എങ്ങനെ മെഷർ ചെയ്യും? 570 മെഷർ ചെയ്യാൻ ആദ്യം ഒരു റൊട്ടേഷൻ കറങ്ങി വരിക. ഒരു റൊട്ടേഷൻ കറങ്ങി വരുമ്പോൾ 360 ആവും. അതിൻ്റെ കൂടെ ഒരു 270 റൊട്ടേഷനും കൂടെ എടുക്കണം. ഒരു 270 ആംഗിളും കൂടെ കറങ്ങി വരുമ്പോൾ 360 + 270 570 ഡിഗ്രി എന്ന് വരും. അപ്പം ഒരു പ്രാവശ്യം കറങ്ങി വന്നിട്ട് വീണ്ടും കറങ്ങി വന്ന് 270 എത്തുമ്പോഴാണ് 270 ഓൾറെഡി 270 അവിടെ തന്നെ വന്നിരിക്കും. പക്ഷേ ഒരു റൊട്ടേഷൻ നേരത്തെ ഉള്ളത് കൊണ്ട് അതും കൂടെ നമ്മൾ ആഡ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ 570 ഡിഗ്രി എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് എത്ര വലിയ ആംഗിൾസ് വേണോ കണ്ടെത്താം, പക്ഷേ അത്രയും റൊട്ടേഷൻ വരണമെന്നുള്ളൂ. 570 ഡിഗ്രി വന്നിരിക്കുന്നത് എങ്ങനെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു റൊട്ടേഷൻ 360 ഡിഗ്രി പ്ലസ് ഒരു 270 ഡിഗ്രിയുടെ ഒരു റൊട്ടേഷൻ. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് 570 ഡിഗ്രി എന്നുള്ള ആംഗിൾ കിട്ടുന്നത്. ഇപ്പോൾ 360ക്ക് മുകളിലുള്ള ആംഗിൾസ് എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു റൊട്ടേഷന് ശേഷമുള്ളതാണ്. കംപ്ലീറ്റ് റെവല്യൂഷന് ശേഷമുള്ള അടുത്ത എത്ര ആംഗിൾ വരുന്നു അതായിരിക്കും എടുക്കേണ്ടത്. നമുക്ക് ആംഗിൾ മെഷർ ചെയ്യാൻ 2 യൂണിറ്റ്സുകളുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഡിഗ്രി മെഷർ എന്താണെന്ന് നോക്കാം. ഡിഗ്രി മെഷർ എന്ന് പറഞ്ഞാൽ, if a rotation from the initial side to terminal side is 1/360th of a revolution, the angle is said to have a measure of 1 degree. Written as ഇങ്ങനെയാണ്, 1 degree. അതായത് 1 revolution എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇങ്ങനെ സർക്കിൾ ഷേപ്പിൽ കറങ്ങി വരും. ഒരു സർക്കിൾ പൂർത്തിയാവുന്നതാണ് 1 revolution എന്ന് പറഞ്ഞാൽ, ഒരു കറക്കം. അതിനെ 360 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ
അതിൽ ഒരു ഭാഗത്തിന് പറയുന്ന പേരാണ് 1 ഡിഗ്രി. അതുപോലെ 1 ഡിഗ്രിയെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? A degree is divided into 60 minutes and minute is divided into 60 seconds. ഒരു ഡിഗ്രിയെ വീണ്ടും 60 മിനിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓരോ മിനിറ്റിനെയും വീണ്ടും 60 സെക്കൻഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ടൈമിൽ പറയുന്ന പോലെ ആംഗിളിൻ്റെ ഡിഗ്രിയെ നമുക്ക് സബ് ഡിവിഷൻസ് ഉണ്ട്. ഇങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്. 1 ഡിഗ്രി 60 മിനിറ്റ്സ്, 1 മിനിറ്റ് ഈക്വൽ ടു 60 സെക്കൻഡ്. അതിൻ്റെ നൊട്ടേഷൻ നോക്കുക. ഒരു ഡാഷ് ആണെങ്കിൽ അത് മിനിറ്റ് ആണ്, ഡബിൾ ഡാഷ് ആണെങ്കിൽ സെക്കൻഡ് എന്നാണ് വായിക്കുക. അപ്പോൾ അതിൻ്റെ സബ് ഡിവിഷൻസ് ആണ്. മോർ ആക്യുറേറ്റ് ആയിട്ട് ആംഗിൾ മെഷർ ചെയ്യാനാണ് ഇത് മിനിറ്റ്സും സെക്കൻഡ്സും ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പം ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു റവല്യൂഷൻ്റെ 1/360, അതിനാണ് നമ്മൾ 1 ഡിഗ്രി എന്ന് പറയുന്നത്. അത് 360 ഒരു സർക്കിളിനടുത്ത് നമുക്ക് 360 ഡിവൈഡ് ചെയ്താൽ, ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ ഒരു ഭാഗത്തിൻ്റെ ആംഗിളിനാണ് 1 ഡിഗ്രി എന്ന് പറയുന്നത്. വേറെ മെഷർമെൻ്റ് ആണ് റേഡിയൻ മെഷർ, അനദർ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് ആംഗിൾ. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് റേഡിയൻ എന്ന് പറഞ്ഞാൽ പുതിയൊരു മെഷർമെൻറ്റാണ്. ഡിഗ്രിയൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. റേഡിയൻ മെഷർ എന്ന് പറഞ്ഞാൽ ആംഗിൾ സബ്റ്റൻഡഡ് അറ്റ് ദി സെൻറ്റർ ബൈ ആൻ ആർക്ക് ഓഫ് ലെങ്ത് 1 യൂണിറ്റ് ഇൻ എ യൂണിറ്റ് സർക്കിൾ സെറ്റ് ടു ഹാവ് എ മെഷർ ഓഫ് 1 റേഡിയൻ. അപ്പോൾ ഇതൊരു യൂണിറ്റ് സർക്കിളാണ്. യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് റേഡിയസ് ഉള്ള സർക്കിൾ, അതാണ് യൂണിറ്റ് സർക്കിൾ. ഇതിൻ്റെ റേഡിയസ് 1 യൂണിറ്റ് ആയിരിക്കും, അതിനാണ് യൂണിറ്റ് സർക്കിൾ എന്ന് പറയുന്നത്. യൂണിറ്റ് സർക്കിളിൻ്റെ നമ്മൾ 1 യൂണിറ്റ് തന്നെ, ഈ റേഡിയസ് 1 യൂണിറ്റ് ആണ്, അതേ അളവ് തന്നെ ഇവിടുത്തെ ആർക്ക് നമ്മൾ ഈ ആർക്കിൻ്റെ ലെങ്ത് 1 യൂണിറ്റ് ആക്കി എടുത്താൽ ഇവിടെ ഉണ്ടാകുന്ന ആംഗിളാണ് 1 റേഡിയൻ. അതാണ് ആംഗിൾ സബ്റ്റൻഡ് അറ്റ് ദ സെൻറ്റർ ബൈ ആൻ ആർക്ക് ഓഫ് ലെങ്ത് 1 യൂണിറ്റ്. ആർക്കിൻ്റെ ലെങ്ത് 1 യൂണിറ്റ് ആയിരിക്കണം. അപ്പോൾ സെൻറ്ററിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിളിൻ്റെ മെഷർമെൻ്റ് ആണ് 1 റേഡിയൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ റേഡിയസ് 1 ആയിരിക്കണം, റേഡിയസിന് ഈക്വൽ ആയിരിക്കണം ഇവിടുത്തെ ലെങ്തും, ആർക്കിൻ്റെ ലെങ്തും 1 തന്നെ ആയിരിക്കണം. അപ്പോൾ സെൻറ്ററിൽ ഉണ്ടാകുന്ന ആംഗിളാണ് 1 റേഡിയൻ എന്ന് പറയുന്നത്. റേഡിയൻ നമ്മൾ മെഷർ ചെയ്യാൻ 1 റേഡിയൻ എന്ന് എഴുതാം, അല്ലെങ്കിൽ സി എന്നുള്ള രീതിയിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം 1 റേഡിയൻ. 1 റേഡിയൻ നമുക്ക് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ 1 റേഡിയൻ ഇങ്ങനെ എഴുതി വയ്ക്കും, 1 റേഡിയൻ, അല്ലെങ്കിൽ റേഡിയൻ എന്ന് ഫുൾ എഴുതാം. ഇനി അതിൻ്റെ കൺവേർഷൻ എങ്ങനെയാണെന്ന് നോക്കാം. റേഡിയൻ മെഷറും ഒരു റേഡിയൻ മെഷർ എന്നാൽ എങ്ങനെ ഡിഗ്രി ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഡിഗ്രി മെഷറിനെ എങ്ങനെ റേഡിയൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഒരു ഡിഗ്രി മെഷറാണ് നമുക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. അതിന് റേഡിയൻ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിനെ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. π/180. ഇനി റേഡിയൻ മെഷറാണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഡിഗ്രി മെഷറാണെങ്കിൽ π/180 കൊണ്ട് ഇൻറ്റു ചെയ്യുക. തിരിച്ചാണ് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ റേഡിയൻ മെഷറുണ്ട്, ഡിഗ്രി ആക്കണം എങ്കിൽ റേഡിയൻ മെഷറിനെ നമ്മൾ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് 2 കാര്യങ്ങൾ ഓർത്തിരിക്കും. കൺവേർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് ആംഗിളിൻ്റെ കൺവേർഷനാണ് ഇവിടെ കൊടുത്തത്. നമുക്ക് അറിയാവുന്ന കോമൺ ആംഗിൾസ് ആണ് 30 ഡിഗ്രി, 45, 60, 90 അങ്ങനെയുള്ള ആംഗിൾസ്. അപ്പോൾ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ 180 ഡിഗ്രിയാണ് നമ്മൾ റേഡിയനിൽ പൈക്ക് ഈക്വലായിട്ട് വരുന്നത്. റേഡിയൻ മെഷർ എല്ലാം പൈയിലാണ് കൂടുതലും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന, പൈ ഉപയോഗിച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് റേഡിയൻ മെഷേഴ്സ് എല്ലാം. ഈ 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ പൈ റേഡിയൻ ഈക്വൽ ആയിരിക്കും, അത് നിങ്ങൾ ആദ്യം ഓർത്തിരിക്കും. 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു സ്ട്രൈറ്റ് ലൈൻ, അത് ഇവിടെ നിന്ന് കറങ്ങി ഇവിടെ എത്തുക, സ്ട്രൈറ്റ് ലൈൻ നമ്മൾ നേരത്തെ നോക്കിയതാണ് 180 ഡിഗ്രി. അപ്പോൾ 180 ഡിഗ്രിയിൽ റേഡിയൻ മെഷർ നമുക്ക് പറയുമ്പോൾ പൈ എന്നാണ് പറയുന്നത്. 180 ഡിഗ്രി വെച്ചിട്ട് നമുക്ക് ബാക്കിയെല്ലാം പറയാം. 180 ഡിഗ്രി ഇവിടെ നിന്ന് കറങ്ങി ഇവിടെ എത്തുമ്പോഴാണ് 180 ഡിഗ്രി എന്ന് പറയുന്നത്. അത് ഏതിന് ഈക്വലാണ്? റേഡിയനിൽ പറയുമ്പോൾ പൈക്ക് ഈക്വലാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ബാക്കിയെല്ലാം പറയാൻ പറ്റും. അപ്പോൾ അപ്പോൾ 90 ഡിഗ്രി എത്രയായിരിക്കും? 90 എന്ന് പറഞ്ഞാൽ 180യുടെ പകുതിയല്ലേ, അപ്പോൾ π/2 എന്ന് പറയും. 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 180 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, π/3. 45 ഡിഗ്രി π/4. 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 180 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്, π/6. അടുത്ത്
270 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 3π/2 ആണ്. പൈയെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 270 കിട്ടുന്നത്. 360 എന്ന് പറഞ്ഞാൽ 180 ഡബിൾ ആണ്, അതുകൊണ്ട് പൈയുടെയും ഡബിൾ എടുക്കണം, 2π. അപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ളതാണ്. ബാക്കിയെല്ലാം നമുക്ക് നേരത്തെ ഫോർമുല ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം. അത് ഉപയോഗിച്ച് തന്നെയാണ് ഇതും കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക ചെയ്യണം. ഇത്ര ആംഗിൾസ്, റേഡിയനിലുള്ള ആംഗിൾസും ഡിഗ്രിയിലുള്ള ആംഗിൾസും. കൂടുതൽ നമുക്ക് റേഡിയനുള്ള ആംഗിൾസ് ആയിരിക്കും എപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്നത്. ഇനി എക്സാമ്പിൾ നോക്ക്. കൺവേർട്ട് 40 ഡിഗ്രി 20 മിനിറ്റ്സ് ഇൻറ്റു റേഡിയൻ മെഷർ. 40 ഡിഗ്രി 20 മിനിറ്റ്സ് റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ അതെങ്ങനെ കൺവേർട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ 40 ഡിഗ്രി 20 മിനിറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ 40 ഡിഗ്രി 20 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 40 ഡിഗ്രി ഉണ്ട് പ്ലസ് 20 മിനിറ്റ്സും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ 40 പ്ലസ് 20 എന്ന് എഴുതിക്കും, 20 മിനിറ്റ്സ്. ഈ 20 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയായിട്ട് ഡിവൈഡ് ചെയ്യാം? അല്ല, 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്സ് ആണ്. അപ്പോൾ 20 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ 20/60. 20/60 ആണെന്ന് എഴുതാം. 20/60 നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 20/60 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/3 എന്ന് വരും. അതാണ് 1/3 ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ഫ്രാക്ഷൻ ആണ് കിട്ടിയത്, 40 പ്ലസ് 1/3. 40, അപ്പോൾ ബാക്കി കിട്ടുന്ന 40 പ്ലസ് 1/3. ഇതിനെ നമുക്ക് ഫ്രാക്ഷൻസ് അല്ല ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ LC നമുക്ക് ഇവിടെ 3 LC എടുത്താൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 40 × 3 120. 120 പ്ലസ് 1 × 1 1. അപ്പോൾ 121 എന്ന് കിട്ടും. അപ്പോൾ 121/3 ഡിഗ്രി എന്ന് നമ്മൾ കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഇത് കൺവേർട്ട് ചെയ്തതല്ല, നമ്മളതിനെ സിംപ്ലിഫൈ ചെയ്തതാണ്. കാരണം ഇവിടെ ഡിഗ്രിയും മിനിറ്റ്സും ഉണ്ട്. ആ ഡിഗ്രിയിലോട്ട് മാത്രം ആക്കണം. അതിന് ഡിഗ്രിയിലോട്ട് മാത്രം ആക്കിയാലേ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ ഫ്രാക്ഷൻ ആക്കി മാറ്റിയത്. അത് ഇങ്ങനെ തന്നിരിക്കുന്ന ഒറ്റ യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ലെങ്തിൽ കിലോമീറ്ററും മീറ്ററും സെൻറ്റിമീറ്ററൊക്കെ പറഞ്ഞാൽ ഒറ്റ യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. ഇതിനെ ഒറ്റ യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഇത് റേഡിയൻ മെഷർ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി ഡിഗ്രി മെഷറിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ കിട്ടിയത് 121/3 π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 121/180 × 3 540. പൈയിൽ തന്നെ എഴുതുക, പൈയിലാണ് എഴുതേണ്ടത്. റേഡിയൻ മെഷർ നമ്മൾ കൂടുതലും പൈ ചേർത്താണ് എഴുതേണ്ടത്. ഫൈൻഡ് ദ റേഡിയൻ മെഷർ കറസ്പോണ്ടിങ് ടു ദ ഫോളോയിങ് ഡിഗ്രി മെഷർ. 25 ഡിഗ്രി വളരെ ഈസിയാണ്. 25 ഡിഗ്രി π/180 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് π/180 × 25. അപ്പോൾ നമുക്ക് എത്ര വരും? ഇവിടെ 25 180 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര വരും? 5/36. ക്യാൻസൽ ചെയ്താൽ മതി. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5π/36 റേഡിയൻസ് എന്ന് കിട്ടും. ഫൈൻഡ് ദ റേഡിയൻ മെഷർ കറസ്പോണ്ടിങ് ടു ദ ഫോളോയിങ് ഡിഗ്രി മെഷർ. -47 ഡിഗ്രി 30 മിനിറ്റ്. അപ്പോൾ ഇതിലും നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവ് നമുക്ക് പുറത്തിട്ടിരിക്കാം. ബാക്കി 47 ഡിഗ്രി 30 മിനിറ്റ്സ്. അപ്പോൾ ഇതിൽ നമുക്ക് 47 ഡിഗ്രി പ്ലസ് നമുക്ക് ഇവിടെ പ്ലസ് ഇട്ട് എഴുതാം. കാരണം 47 ഡിഗ്രി ഉണ്ട് പ്ലസ് 30 മിനിറ്റ്സും ഉണ്ട്. അപ്പോൾ അത് 47 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി നമുക്ക് 30 മിനിറ്റ്സിന് നമുക്ക് ഡിഗ്രിയിലോട്ടാക്കുമ്പോൾ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. കാരണം 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്സ് ആണ്. അപ്പോൾ 30/60 അത് ക്യാൻസൽ ചെയ്യുമ്പോൾ 1/3 എന്ന് വരും. 1/2. ഇത് നമുക്ക് നേരത്തെ പോലെ LC എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ /1 ഉണ്ട് താഴെ. 47 × 2 94. 1 × 1 1. അപ്പോൾ 95/2 ഉണ്ട്. മൈനസും കൂടെ ഉണ്ട്. ഇനി ഇതിനെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. പൈയിലുള്ള ആൻസർ കിട്ടും. പൈയിലുള്ള റേഡിയൻ എഴുതുമ്പോൾ പൈയിൽ എഴുതാൻ ശ്രമിക്കുക. ഇനി 6 റേഡിയൻസ് ഇൻറ്റു ഡിഗ്രി മെഷർ. അപ്പോൾ ഇതിൽ നമുക്ക് 6 റേഡിയൻ എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അതിനെ ഡിഗ്രി മെഷറിലോട്ട് മാറ്റുന്ന എങ്ങനെ നോക്കാം. അപ്പോൾ ഡിഗ്രി ആക്കാൻ വേണ്ടി π/180 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ റേഡിയൻ ആണ്, ഇവിടെ പൈ ഒന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ π/180 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 6 = π/180 × ഡിഗ്രി മെഷർ. അപ്പോൾ 6 ഇൻറ്റു നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് കൺവേർട്ട് എന്താക്കാം
22/7 കൊണ്ട് പൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പൈയുടെ വാല്യൂ നമുക്കറിയാം 3.14 ആണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിൻ്റെ വേറൊരു ഫ്രാക്ഷണൽ വാല്യൂ ആയിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട പൈ 22/7 എന്ന വാല്യൂ ഉപയോഗിക്കുക. 3.14 എക്സെട്ര അതാണ് പൈയുടെ ഡെസിമൽ വാല്യൂ. നമുക്ക് ഫ്രാക്ഷണൽ വാല്യൂ ആയിട്ട് 22/7 ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പൈയുടെ സ്ഥാനത്ത് 22/7 ഇൻറ്റു ചെയ്യണം. 22/7 എന്ന് ഇൻറ്റു ചെയ്യുമ്പോൾ അവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ 6 × 180 × 22/7 എന്ന് പറയുമ്പോൾ അതിനെ അറേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അത് ക്യാൻസൽ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ ഡിഗ്രി മെഷർ 540 × 7/11 വരും. അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു നമ്പർ കിട്ടും. ഇനി ചെയ്യേണ്ടത് ഈ ഫ്രാക്ഷനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. സാധാരണ ഡിവിഷൻ ചെയ്യുന്ന പോലെ ഡിവൈഡ് ചെയ്തിട്ട് മിക്സഡ് ഫ്രാക്ഷനാണ് ആക്കേണ്ടത്. മിക്സഡ് ഫ്രാക്ഷൻ ആക്കുമ്പോൾ ഇവിടെ റിമൈൻഡർ 7 അല്ലേ വന്നു. ഇങ്ങനത്തെ നമ്പേഴ്സ് വരുമ്പോൾ മിക്സഡ് ഫ്രാക്ഷൻ എഴുതേണ്ടത് എങ്ങനെയാണ്? മിക്സഡ് ഫ്രാക്ഷൻ എഴുതേണ്ടത് 3 ആദ്യം നമുക്ക് കിട്ടുന്ന കോഷ്യൻ്റ് 343 ആണ്. 343 ആൻഡ് 7/11. 7 എന്ന് പറഞ്ഞാൽ റിമൈൻഡർ മുകളിൽ എഴുതണം. ഡിവൈഡ് ചെയ്ത നമ്പർ ഡിവൈസർ താഴെ എഴുതുക /11. ഇങ്ങനെയാണ് നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ എഴുതേണ്ടത്. അപ്പോൾ ഈ നമ്പർ ഡിവൈഡ് ചെയ്ത ശേഷം എന്ത് ചെയ്യുക? ഇതിനെ മിക്സഡ് ഫ്രാക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ റിമൈൻഡർ കിട്ടുമ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഇനി അങ്ങോട്ട് ഡെസിമൽ ഇട്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. റിമൈൻഡർ കിട്ടുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് എഴുതേണ്ടത് കോഷ്യൻ്റ് 343 പിന്നെ 7/11 ഇങ്ങനെ എഴുതേണ്ടത്. അപ്പോൾ ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആക്കേണ്ടത് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്. ഇപ്പോൾ 3/2 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ 3/2 എന്ന് പറയുന്നത് നമുക്ക് ഡെസിമലിൽ എഴുതുന്ന 1.5 എന്നാണ്. ഇതിനെ മിക്സഡ് ഫ്രാക്ഷനായിട്ട് എഴുതുന്ന 1.5 1.5 എന്നാണ് എഴുതുന്നത്. 1.5 ഈ 1.5 എന്ന് പറഞ്ഞാൽ 1 + ½ ആണ്. 1.5 എന്ന് നമ്മൾ പറയുമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? 1 + ½ എന്നാണ്. 1.5 അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ 3/2 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഈ ഫ്രാക്ഷൻ ആക്കുന്നത്. 1 അപ്പോൾ 3നെ 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ 1 കിട്ടി, ഇവിടെ 2, ഇവിടെ റിമൈൻഡർ 1. അപ്പോൾ എഴുതേണ്ടത് എങ്ങനെയാണ്? 1 & 1/2 മുകളിലത്തെ ആൻസർ എഴുതുക. അടുത്ത റിമൈൻഡർ ബൈ ഡിവൈസ്. അതുപോലെ തന്നെയാണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത്. അതുപോലെ എഴുതി എന്ത് ചെയ്യുക? പ്ലസ് ഇട്ട് എഴുതണം. നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി പ്ലസ് ഇട്ട് എഴുതാം. രണ്ടിൻ്റെ അർത്ഥം സെയിം തന്നെയാണ്. അപ്പോൾ 343 + 7/11. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? അതിനെ നമുക്ക് ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. 7/11 ആണ് കിട്ടിയത്. 7/11. ഈ 7/11 നമുക്ക് എന്ത് ചെയ്യുക? അതിന് 60 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 60 കൊണ്ട് ഇൻറ്റു ചെയ്താലേ നമുക്ക് അതിന് ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ 7 × 60/11. അപ്പോൾ വീണ്ടും 420/11 എന്ന് കിട്ടി. ഇത് നേരത്തെ പോലെ തന്നെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കണം. 420 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റിമൈൻഡർ 2 കിട്ടി. അപ്പോൾ ഫ്രാക്ഷൻ മിക്സഡ് എഴുതുന്നത് എങ്ങനെയാണ്? 38 and 2/11. 38 and 2/11. വീണ്ടും അവിടെ പ്ലസ് ഇട്ട് എഴുതുക. വീണ്ടും അതിന് നമുക്ക് ഡിഗ്രി മിനിറ്റ്സിലാണ് വന്നത്. അതിനെ വീണ്ടും സെക്കൻഡിലോട്ട് മാറ്റണം. മാറ്റാൻ വീണ്ടും 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ 120/11 വന്നു. അവിടെയും ഡിവൈഡ് ചെയ്യണം. 120 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 10.9 വരും സെക്കൻഡ്സ്. അത് നമുക്ക് 11 എന്നുള്ള രീതിയിൽ എഴുതാം. 10.9 നമുക്ക് അപ്രോക്സിമേറ്റ്ലി 11 സെക്കൻഡ്സ് എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് 343 ഡിഗ്രി 38 മിനിറ്റ് 11 സെക്കൻഡ്സ് എന്ന് നമുക്ക് കിട്ടും. ഇതിങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് ചെയ്യണം. അപ്പോൾ അതൊന്നും കൂടെ നോക്കുക. 6 റേഡിയൻസ് ആണ്. 6 റേഡിയനെ നമ്മൾ ഡിഗ്രി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. മനസ്സിലായോ? ഇപ്പോൾ അത് കൺവേർട്ട് ചെയ്യേണ്ട രീതിയാണ് തന്നിരിക്കുന്നത്. 6 റേഡിയൻസ് ഇൻറ്റു, അപ്പോൾ ഡിഗ്രി നമുക്ക് റേഡിയൻ മെഷർ = π/180 ഡിഗ്രി മെഷർ. സിംപ്ലിഫൈ ചെയ്യുക.
ഇനി അടുത്തത് ഫൈൻഡ് ദ ഡിഗ്രി മെഷേഴ്സ് കറസ്പോണ്ടിങ് ടു ഫോളോയിങ് റേഡിയൻ മെഷർ. 5π/3. ഇത് വളരെ എളുപ്പമാണ്. 5π/3 റേഡിയനാണ്. അതിനെ ഡിഗ്രി ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. π/180. അപ്പോൾ ഇവിടെ പൈയും പൈയും നമുക്ക് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റും. പൈയും പൈയും വെട്ടിപ്പോവും. ബാക്കി 5 × 180/3. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 300 ഡിഗ്രി എന്ന്. ഇത് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ പൈയും പൈയും വെട്ടിപ്പോവും. ബാക്കി നമ്പേഴ്സ് മാത്രം സിംപ്ലിഫൈ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.